ഇന്ന് രാവിലെ പോകാൻ നേരത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒന്ന് ഞാൻ വൈകിപ്പോയി, പിന്നെ രണ്ടാമത്തേന് മഴയായിരുന്നു, പിന്നെ അതുമല്ല ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ വീഡിയോ ഒന്നും എടുത്തില്ല, നേരെ പോയി. ഇത്ര നേരം കട്ടപ്പണിയായിരുന്നു. കട്ടപ്പണിയെന്ന് പറഞ്ഞാൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാക്സിമം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് റെസിഡൻഷ്യലുണ്ട്, അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടോ. അപ്പോൾ അതുകൊണ്ട് റെസിഡൻഷ്യൽ ചെയ്യണതിന് തൊട്ട് മുമ്പ്, റെസിഡൻഷ്യൽ ചെയ്യാൻ പോണതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് വരണ്ടല്ലോ എന്ന് ഓർത്ത് വീട്ടിട്ട് പോകാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ സമയമില്ലല്ലോ. പിന്നെ സമയം ഇപ്പോൾ 12 മണി 12:30 എന്നാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഏറ്റവും ടോപ്പ് ബർഗർ കിട്ടുന്നൊരു കടയുണ്ട്. കിട്ടു ബർഗർ എന്ന് പറഞ്ഞാൽ കിട്ടു ബർഗറാണ്. അപ്പോൾ ആ ബർഗർ ഒരെണ്ണം മേടിക്കാം. ലഞ്ച് നമുക്ക് ബർഗർ കഴിക്കാം. ഡെലിവറി തുടങ്ങാൻ പോണ വീടെന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മളിപ്പോൾ ചെയ്യണ ഏരിയയിൽ ഏറ്റവും ഹൈറ്റിലുള്ള വീടാട്ടോ. ആംബുലൻസ് ഒക്കെ കിടക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഡെലിവറി ചെയ്യാൻ പോണ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യണ ഏരിയയിൽ ഏറ്റവും ഹൈറ്റിലുള്ള വീടാട്ടോ. നമ്മൾ അങ്ങോട്ട് പോണേ. പൊക്കളാൻ പറഞ്ഞു, പിന്നെ ഭയങ്കര ഹൈറ്റ് ആണോ. ഈ സൈഡിൽ നിക്കണതൊക്കെ ഒലിവ് ട്രീസ് ആട്ടോ. തിരിച്ചു വരുമ്പോ ഒലിവ്സ് ഉണ്ടെങ്കിൽ കണ്ട് വണ്ടി ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഇത് കയറിയിട്ട് ഈ ചീഞ്ഞ കരിയിലൊക്കെ കയറിയിട്ട് വണ്ടി സ്കിഡാവും. ഇങ്ങോട്ട് ഈ മലയുടെ മേലിട്ട് എനിക്ക് തോന്നണു 4 വീടുള്ളൂ കേട്ടോ ഈ ഒരു മലയിൽ മൊത്തം. ആ വീട്ടിട്ടാണ് ഈ പോണേ. ഇന്ന് ഇവിടെ 2 വീട്ടിൽ ഡെലിവറി ഉണ്ട്. സിക്സിലുണ്ട്, 9 ഉണ്ട്. നാളെ 6 പോകണം. എന്റെ മേളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. 6 കൊണ്ടു കൊടുക്കട്ടെ. ഇനി നമുക്ക് 9 ഉണ്ട്. ഇതുണ്ട് ആ സൈഡിലെ കോൺ വെച്ചാണിന്റെ സൈഡ് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ഥലം കേട്ടോ. കഷ്ടി ഒരു വാഹനം കടന്നു പോകുള്ളൂ. ഇതിന്റെ മേളിൽ ഒരു വീട് കൂടെ ഉണ്ട്, 8. അതാണ് ഏറ്റവും ടോപ്പിലുള്ള വീട്. നമുക്ക് അങ്ങോട്ടില്ല, നമുക്ക് 9 ഉള്ളൂ. നമുക്കിനി വന്ന വഴി മൊത്തം റിവേഴ്സ് പോയിട്ട് നമുക്ക് ആ 6 സീറ്റ് കയറ്റി വളയ്ക്കാം. ഇതാണ് ആ സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഭയങ്കര കുത്തനെ, ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ഥലം. ഈ തഹുനാനൂയി ഏരിയ മൊത്തം കാണാം.
അങ്ങനെ നമ്മൾ അവിടെയുള്ള ഡെലിവറീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് നമുക്ക് അടുത്ത സ്ട്രീറ്റിൽ പോവാം. ഞാൻ ഇങ്ങോട്ട് തന്നെ വഴിക്ക് ഇവിടെ ആംബുലൻസ് എടുക്കണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. കിടക്കുന്നുണ്ട്, എന്നറിയില്ല. ഡെലിവറിക്ക് വന്നപ്പോൾ കണ്ടാട്ടോ ഈ മരത്തിലൊരു കയറ് കെട്ടി കിടക്കുന്നത്. ഇതുണ്ടോ, ഇത് പണ്ടെങ്ങാണ്ട് കുഞ്ഞിലെ കെട്ടി വിട്ടതാണ്, പക്ഷെ അത് മരത്തിൻ്റെ ഉള്ളിലായി പോയി. ആ മരമാണെങ്കിൽ വളർന്ന് പണ്ടാരടങ്ങി വലിയ മരമായിരുന്നു. അങ്ങോട്ടുള്ള സംഭവം എന്താണെന്ന് അറിയാമോ, അവന് ലാപ്ടോപ്പാ ഇത്. അവൻ്റെ നമുക്കുണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പണി കിട്ടും. ഒരു ഡെലിവറി എടുക്കാൻ വേണ്ടി നടന്ന് 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 മേളിൽ പോയി, മേളിലായിരുന്നു വീട്. അതിനാ വെച്ചാൽ ലാപ്ടോപ്പ് കണ്ടായിരുന്നു. അതിനിപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ അതിൻ്റെ ബില്ല് നമ്മൾ അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യേണ്ട വേറൊരു വീടാട്ടത്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി വന്നു. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഡെലിവറി ഉണ്ടെങ്കിൽ നമുക്ക് വരാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റിലിരിക്കുന്ന വീടുകളാട്ടോ. അങ്ങോട്ട് പോകുമ്പോഴുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ മേളിൽ 2 വീടുള്ളൂ കേട്ടോ. ഇതിന്റെ അങ്ങോട്ട് പോകുമ്പോഴുള്ള വ്യൂ കണ്ടിത്തരാം. തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ നിർത്തി വ്യൂ കണ്ടിത്തരാം. എന്നൊക്കെ പറഞ്ഞാൽ മതി. നിൽക്കാൻ പാടില്ല. ഉണ്ടോ, ഭയങ്കര ഹൈറ്റിലാട്ടോ. ഇതിന്റെ താഴോട്ട് ഇവിടെ വരെ ഉള്ളു. താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. സത്യം പറഞ്ഞാണ്ടല്ലോ, ബർഗർ മേടിച്ച് വെച്ചിട്ട് കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല നിലവില്. വണ്ടി ഒതുക്കി എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണമെന്നായിരുന്നു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. ബർഗർ ഇങ്ങനെ വണ്ടിയിലിരിക്കുക. സമയം 1:19. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ബർഗർ കഴിച്ചിട്ടു. അങ്ങനെ നമ്മൾ വണ്ടി ഒതുക്കിട്ടോ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താ.
ഇതുണ്ടോ, ബീഫിൻ്റെ പാറ്റിയും അതുപോലെ ബേക്കണും ക്യാപ്സിക്കം അങ്ങനെ വെച്ചിട്ട് ഇത് ചൂടോടുകൂടി കഴിക്കണം. എൻ്റെ ആ എന്നാ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. നമ്മൾ ഇതേ പോവുകയാണ്. വൈകുന്നേരം പിക്കപ്പിന് ഇറങ്ങിയതാ കേട്ടോ. കട്ട ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കട്ട ബ്ലോക്ക്. എനിക്ക് തോന്നുന്നു ഞാനൊരു 20 മിനിറ്റ് ആയി ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുന്നു. വണ്ടി വളരെ സ്ലോ മൂവിങ്ങാണ്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ പോലും വണ്ടി ലെഫ്റ്റ് സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ കുത്തി കയറ്റി ഫ്രണ്ടിട്ട് കൊണ്ടുപോകണില്ല കേട്ടോ. ഇഷ്ടംപോലെ സാടാ അപ്പുറം ഇപ്പുറം ഉണ്ട്, പക്ഷെ ഒരു മനുഷ്യൻ പോലും സൈഡിൽ കൂടെ കുത്തി കയറ്റി ഒന്നും കൊണ്ടുപോകണില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ എന്നാ അവസ്ഥ, ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് ആയാലേ. എല്ലാവരും വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിപ്പോൾ ഇങ്ങനെ കിടക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഫ്രണ്ടിലുള്ള വണ്ടിക്കാർ ബാക്കിലുള്ള വണ്ടിക്കാരെല്ലാം വെയിറ്റ് ചെയ്യും. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാൻ ദേ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വന്നിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. എനിക്കൊന്ന് ടൗണിൽ പോകണമായിരുന്നു. അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വൈകുന്നേരം പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ പോരാതിന് പിക്കപ്പ് തിരക്കുമായിരുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ ഓരോരോ തിരക്കായിട്ട് അങ്ങനെ അങ്ങ് പോയിട്ടോ. അപ്പോൾ അതേ വീട്ടിൽ വന്ന് ജസ്റ്റ് വന്ന് കയറി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ കുളി കഴിഞ്ഞു. ഇനി ഇച്ചിരി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് നേരെ കയറി കിടക്കണം. നാളെ വീക്കെൻഡാണ്, അത്യാവശ്യം തിരക്കുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നാളെ പൊളിക്കില്ല. നാളെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നാളെ അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.